കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളിയാടിയിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പനിയും വയറിളക്കവും ഛർദിയും ഒക്കെയുള്ള അസ്വസ്ഥതകൾ കണ്ടതിനെ തുടർന്ന് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ മന്ത്രിതലത്തിലും ഒപ്പം MLA യും ഒക്കെയുള്ള ആളുകളെത്തി ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈകിട്ടോട് കൂടിയായിരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി ബത്തേരിയിലേക്ക് എത്തുക. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA അല്പം മുൻപാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ചികിത്സയിലുണ്ട്? അല്ല, അഡ്മിറ്റ് വളരെ കുറവാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ 46ഓളം കുട്ടികൾ ഇവിടെയുണ്ട്, മറ്റ് ഹോസ്പിറ്റലുകളിലുണ്ട്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കുറേ ആളുകൾ പോയി. പക്ഷേ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായുള്ള ഇടപെടലുകൾ നടത്തി ഇവിടെ പ്രത്യേക വാർഡുകൾ തുറന്ന് പ്രത്യേക സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഡോക്ടർമാരെ പ്രത്യേകം ഡ്യൂട്ടിക്കിട്ട് സ്റ്റാഫിനൊക്കെ ഡ്യൂട്ടിക്കിട്ട് നന്നായി ഹെയർ ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് റിസൾട്ട് വന്നത്. ഇന്നലെ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടി അത് ഗൗരവത്തിൽ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആലോചനയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി എത്തും. രാവിലെ ഞങ്ങൾ ഉന്നതാധികാര സമിതി യോഗം കലക്ടർ, DMO, ഞാൻ, മിനിസ്റ്റർ, സൂപ്രണ്ട് അടക്കമുള്ള പഞ്ചായത്ത് പ്രതിനിധികളടക്കമുള്ള യോഗം ചേരുകയാണ്. കാരണം കുട്ടികൾക്ക് കൃത്യമുള്ള ഹെയർ കൊടുക്കണം. പ്രത്യേകം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് എല്ലാ ദിവസവും ഞാൻ സന്ദർശിക്കാറുണ്ട്. ഇന്ന് ഞാൻ രാവിലെ രക്ഷിതാക്കളെ കണ്ടിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു, ആരും നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ടതില്ല. ഇനി ഡോക്ടർമാർ MLA നേരത്തെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആശുപത്രി വിട്ട കുട്ടികളുടെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഷിഗല്ല എന്ന് പറയുമ്പോൾ ഒരു ആശങ്കയുണ്ടാവും. ആശങ്ക അകറ്റാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസം മുൻപ് എൻ്റെ നേതൃത്വത്തിൽ HMC യോഗം ചേർന്ന് അവിടെ പഞ്ചായത്ത് പുതിയ സിസ്റ്റം ഉണ്ടാക്കാൻ പറഞ്ഞു. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാർ, ഹെൽത്തിൻ്റെ വർക്കർമാർ, പ്രൊമോട്ടർമാർ, അംഗൻവാടി ടീച്ചർമാർ എല്ലാവരെയും കൂടി പ്രത്യേകം ഓരോ വാർഡിലാണല്ലോ കുട്ടികളുണ്ടാകുക. ഓരോ വാർഡിൽ വാർഡ് മെമ്പർമാർ നേതൃത്വത്തിൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കുട്ടികളെ നിരീക്ഷിക്കാനും കുട്ടികളെ മറ്റ് ശുശ്രൂഷകൾ നടത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായും ഒപ്പം എവിടെ നിന്നാണ് ഇത് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൂടുതൽ പരിശോധനകളുണ്ടോ? ഊർജിതമാക്കുമോ? തീർച്ചയായിട്ടും അത് പരിശോധിക്കും. അതിനുവേണ്ടിയാണ് ഇന്ന് അതിരാവിലെ തന്നെ ഞങ്ങൾ നേതൃയോഗം വിളിച്ചിട്ടുള്ളത്, ഉന്നതാധികാര സമിതി യോഗം വിളിച്ചിട്ടുള്ളത്.